അനിൽ ഈ കണക്കുകൾ നിയമസഭയുടെ കണക്ക് അനിൽകുമാറോട് ചോദിച്ചു, അനിൽകുമാർ പറഞ്ഞു അത് തെറ്റാണെന്ന് പറഞ്ഞു. അതിന്റെ കാര്യം എന്താ? അല്ല, നിയമസഭയുടെ കണക്ക് ഞാൻ പറയാം. അഞ്ചിൽ രണ്ടെണ്ണേ അല്ലല്ല 7 രണ്ടെണ്ണേ ഉള്ളൂ. അല്ലല്ല, അവിടെയാണ് ഞാൻ പറയാൻ പോണത്. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ നിലപാടുകൾ വ്യത്യസ്തതയുണ്ട്. ആ വ്യത്യസ്തതകളുടെ ഭാഗമായി ഞങ്ങൾക്ക് മുന്നണി സംവിധാനം രൂപപ്പെട്ടു വന്നപ്പോൾ അതിന്റെ ഭാഗമായി ചില സിറ്റിംഗ് എംഎൽഎമാർ ചില പ്രത്യേക പരിപാടികൾ നടത്തിയതിന്റെ ഭാഗമായി ചില തിരിച്ചടികൾ ആ ഘട്ടത്തിലുണ്ടായി. അതിനെല്ലാം മറികടന്ന് ഞങ്ങൾ പോയില്ലേ. നവകേരള സദസ് കോട്ടയത്ത് വന്നപ്പോ കോട്ടയം ജില്ലയിൽ ഏത് മണ്ഡല പുറകുന്നത്? ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോ ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോ അത് തന്നെ പറയാം. ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോ ഈ നവകേരള സദസ് എന്ന് പറയുന്നത് 10,000-കണക്കിന് മനുഷ്യൻ ഒഴുകി വന്ന മണ്ണ ഇതുവഴിയാണ് ഇങ്ങോട്ട് കയറിപ്പോയത്. അവിടെ ബഹുമാനപ്പെട്ട തോമസ് ചാഴിക്കാടൻ അദ്ദേഹത്തിന്റെ മുൻകൈയിൽ ബഹുമാനപ്പെട്ട ജോസ് കെ മാണിയും ഇടതുപക്ഷ നേതൃത്വത്തിന്റെ കർഷക സംഘടനകളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്ത് പറഞ്ഞു, ഈ റബ്ബർ കർഷകന് കേന്ദ്രം നൽകുന്ന ഈ 2 കൂട്ടർ കൂടി നടപ്പാക്കിയ നയങ്ങളുടെ ഭാഗമായി മുടിഞ്ഞുപോയ ഇവിടുത്തെ കൃഷിക്കാരനെ രക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? അപ്പൊ 150 രൂപ കിടന്ന തറവല 170 ആക്കിയായിരുന്നു. ഇപ്പൊ 180 ആക്കിയിട്ടാണ് 10 രൂപ. അതല്ല പറയട്ടെ, ഇന്ത്യ രാജ്യത്ത് റബ്ബറിന്റെ വില എവിടെയെങ്കിലും ആസാമിലാകട്ടെ കർണാടകത്തിലാവട്ടെ ഇന്ത്യ രാജ്യത്ത് BJP ഭരിക്കുന്ന എവിടെങ്കിലും 180 രൂപയ്ക്ക് മേലെ 1 രൂപ അല്ല 170 രൂപയ്ക്ക് മേലെ 1 രൂപയ്ക്ക് മോദി സർക്കാർ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു നാണയം എന്ന് കോട്ടയത്ത് പറഞ്ഞാൽ ഇന്ത്യക്ക് റബ്ബറിന് മുകളിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും താങ്ങുവിലയുണ്ടോ? 250 രൂപ താങ്ങ് കൊടുക്കാമെന്ന് അല്ലല്ല, ഇന്ത്യയിൽ ആസാമിന്റെ വില കഴിഞ്ഞ ആസാമിലെ റബ്ബറിന്റെ ഫൈനാൻഷ്യൽ പാക്കേജ് 23% വർദ്ധിപ്പിച്ചുകൊണ്ട് 536 നേരിട്ടുള്ള ചോദ്യമാണ്. ഇന്ത്യയിൽ എവിടെയെങ്കിലും 170 രൂപയ്ക്ക് പുറത്ത് റബ്ബറിന് വിലയുണ്ടോ? മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് റബ്ബറിന്റെ പ്രവർത്തനങ്ങൾ മാറ്റി തുടങ്ങിയിട്ടേ ഉള്ളൂ. എവിടെ? കർണാടകത്തിൽ ആസാമിൽ എത്ര കൊല്ലം റബ്ബറുണ്ട്? അരുണാചൽ പ്രദേശ് അതുപോലെ തന്നെ പലയിടങ്ങളിലും റബ്ബർ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. റബ്ബറിന് ഇപ്പോൾ റബ്ബർ അവിടെ പച്ചക്കള്ളം പറയാം. ഇന്ത്യൻ റബ്ബറായിട്ട് 1948 വന്നതാ. കേരളത്തിൽ മാത്രമേ റബ്ബറുള്ളൂ. ഈ മോദിയാണോ റബ്ബർ കൊണ്ടുവന്നത്? പണ്ട് മഹാരാജാവ് ശ്രീലങ്കയിൽ നിന്ന് കപ്പയും കൊണ്ട് വന്ന പോലെ മോദി കപ്പയും കൊണ്ട് വന്ന പോലെയാണ് റബ്ബർ. ബഹുമാനപ്പെട്ട അരുൺകുമാർ, എവിടെയും റബ്ബർ കൃഷി ചെയ്യാൻ കർഷകർ തയ്യാറാണെങ്കിൽ അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറായെന്നാണ് പറഞ്ഞത്. എന്റെ പോയിന്റ് ക്ലിയർ ആണ്. 170 രൂപയ്ക്ക് മേലെ ഇന്ത്യ രാജ്യത്ത് 1 രൂപ കൂടുതൽ മോദി സർക്കാർ എടുക്കുന്നുണ്ടെങ്കിൽ വേണ്ട. ഇന്ത്യ രാജ്യത്തെ സംസ്ഥാനങ്ങളിലെ ചെലവ് കുറവാണ് സാറേ, പറയട്ടെ, പണിക്കൂലി കുറവാണ് അവിടെ. കൂടുതൽ അവിടെ കിട്ടുന്നുണ്ട്. തൊഴിലാളിക്ക് കൂലി കൊടുക്കരുത്. അവർക്ക് റബ്ബർ വെട്ടുമ്പോൾ കിട്ടുന്ന വരുമാനത്തിൽ അവർ സന്തുഷ്ടരാണ്. പക്ഷെ അത് സെൽഫ് കോളാ. കാരണം എന്താ പറയുക, തൊഴിലാളിക്ക് ഏറ്റവും കുറഞ്ഞ വരുമാനം മറ്റ് സംസ്ഥാനങ്ങളിലാണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. അവിടെ അനാവശ്യമായിട്ട് കൂലി വർദ്ധിപ്പിച്ചിട്ടില്ല. ആവശ്യം തൊഴിലാളിയുടെ കാശോ കൂലിയല്ലേ? ഇവിടത്തെ കൂലി എത്ര രൂപയാണ്? റബ്ബർ വെട്ടിയാ കിട്ടുന്ന തിരിച്ചടവ് എത്രയാണ്? തൊഴിലാളിയുടെ കൂലി കൂടുന്നതാണോ നല്ലത്, തൊഴിലാളിയുടെ കൂലി കുറയുന്നതാണോ നല്ലത്? തീർച്ചയായിട്ടും അവിടുത്തെ സംസ്ഥാനത്ത് കൃഷി ചെയ്യുന്നവന് അവന്റെ ലാഭം എന്ന് പറയുന്നത് വെട്ടുകാരന് കൊടുക്കുന്ന പൈസ കുറവാണ് എങ്കിൽ അതിൽ നിന്ന് തിരിച്ചു കിട്ടുന്നത് കൂടുതലാണോ? അതാണ് നോക്കേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടുകാരന് കുറച്ച് കൂലി കൊടുക്കണം എന്നുള്ളതാണോ നയം? അങ്ങനെ പറയുന്നില്ല. ഓരോ സംസ്ഥാനത്ത് ഓരോ വ്യത്യസ്തമായ രീതിയല്ലേ. എന്ന് പറഞ്ഞാൽ പെട്രോളിന്റെ ഡീസലിന്റെ വില എല്ലായിടത്തും ഒരുപോലെയാണോ? പെട്രോളിന്റെ ഡീസലിന്റെ വില എല്ലായിടത്തും ഒരുപോലെയാണോ? പെട്രോളിന്റെ വില ഓർമ്മിപ്പിക്കല്ലേ? ആണോ? റൈറ്റ്.